بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. ബുഖാരി റഹിമഹുല്ലാ ഈ കിതാബ് തൗബയെ 4 ഭാഗമായി വിഭജിച്ചു. അതിൽ ഒന്നാമത്തെ ഭാഗത്തെ സംബന്ധിച്ചായി പറയുന്നു. ഒന്നാമത്തെ ഭാഗം തൗബയുടെ ഹക്കീക്കത്ത്, അതിൻ്റെ യാഥാർത്ഥ്യം, അതിൻ്റെ താരീഫ്, ഇതൊക്കെയാണ് പറയുന്നത്. റുക്കുനുൽ അവ്വലു, ഒന്നാമത്തെ റുക്കുന് ഫി നഫ്സി തൗബത്തി, തൗബ എന്താണെന്ന വിഷയത്തിലാണ്. അതിൻ്റെ ഉപപാഠം ബയാനു ഹക്കീക്കത്തി തൗബത്തി വഹദ്ദിഹ, തൗബയുടെ ഹക്കീക്കത്തിൻ്റെ വിവരണം, അതിൻ്റെ നിർവചനം. യഅലം, നീ അറിയണം, അന്ന തൗബത ഇബാറത്തുൻ അൻ മഅനൻ യൻതളിമു വയൽതഇമു മിൻ സലാസത്തി ഉമൂരി. നിശ്ചയം തൗബ എന്ന് പറഞ്ഞാൽ ഇബാറത്തുൻ, അത് വ്യവഹാരമാണ്, പറയപ്പെടലാണ്. എന്തിനെ കുറിച്ച്? അൻ മഅനൻ യൻതളിമു വയൽതഇമു മിൻ സലാസത്തി ഉമൂരിൻ മുറത്തബത്തിൻ, ക്രമാനുഗതമായി വരുന്ന 3 കാര്യങ്ങളാൽ ക്രോഡീകൃതമായ ഒരു മാന, ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് വരുന്ന 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങളാൽ ക്രോഡീകൃതമായ ഒരു മാനയ്ക്കാണ് തൗബ എന്ന് പറയുന്നത്. അതേതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? ഇൽമിൻ വഹാലിൻ വഫിഇലിൻ. ഇൽമുനെന്നും വായിക്കാം, ബദലായിട്ട് ഇൽമിൻ എന്നും വായിക്കാം. ഒരു കാര്യം ഇൽമാണ്, മറ്റൊന്ന് ഹാല്, മറ്റൊന്ന് ഫിഇല്. ഹാൽ എന്ന് പറഞ്ഞാൽ തത്സമയ അവസ്ഥ, വർത്തമാനകാലം. ഇൽമ് എന്താണെന്ന് എല്ലാം പോലൊന്ന് വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. ഫൽ ഇൽമു, ഇപ്പൊ തൗബയുടെ വിഷയത്തിൽ ഉണ്ടാവേണ്ട ഇൽമ് അൽ അവ്വലു, ഒന്നാമത്തെ കാര്യമാണ്. വൽ ഹാലു, ഹാല് അസാനി, രണ്ടാമത്തതാണ്. വൽ ഫിഇലു, അതിനെ തുടർന്നുണ്ടാകേണ്ട ഫിഇല് അസാലിസു, മൂന്നാമത്തതാണ്. വൽ അവ്വലി, ഒന്നാമത്തെ ഇൽമ് മൂജിബുൽ ലിസാനി, രണ്ടാമത്തതിനെ നിർബന്ധമാക്കുന്നതാണ്. ഇൽമു വന്നാൽ രണ്ടാമത്തെ ഹാൽ അവിടെ വരും. വരൽ നിർബന്ധം എന്നർത്ഥമില്ല, അങ്ങനെ വരും എന്നർത്ഥം. വസാനി, രണ്ടാമത്തത് മൂജിബുൽ ലിസാലിസി, മൂന്നാമത്തിന് നിർബന്ധമാക്കുന്നതാണ്. ഹാല് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഫിഇല് ഉണ്ടായേ ഉണ്ടാകും. എങ്ങനെ നിർബന്ധമാക്കും? ഈജാബൻ, ഒരു നിർബന്ധമാക്കൽ. ഇഖ്തല്ലാഹു, അതിനെ തേടിയിരിക്കുന്നു. ഇത്തിറാദു സുന്നത്തില്ലാഹി ഫിൽ മുൽക്കി വൽ മലക്കൂത്ത്, ആലമുൽ മുൽക്കിലും ആലമുൽ മലക്കൂത്തിലും, ഭൗതിക പ്രപഞ്ചത്തിലും ലോകത്തും പാരത്രികമായ ആത്മീയ ലോകത്തുമുള്ള അള്ളാഹുവിൻ്റെ നടപടിക്രമം, ആ അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിന്റെ ഇത്തിറാദ്, അതിൻ്റെ തുടർച്ച, അത് ഇതിനെ തേടും. അഥവാ അള്ളാഹുവിൻ്റെ നടപടിക്രമമാണിത്. ഇൽമിലൂടെ ഹാലിലേക്ക് എത്തണമെന്നും ഹാലിലൂടെ ഫെയിലിലേക്ക് എത്തണമെന്നും. ഒരാൾക്ക് ഇൽമുണ്ടായാൽ ഹാലുണ്ടാകും, ഹാലുണ്ടായാൽ ഫെയിലുണ്ടാകും. ഇത് അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിന്റെ തുടർച്ചയാണ്. എന്താണ് ഇൽമ്, എന്താണ് ഹാൽ എന്നൊക്കെ പറയും. അമ്മൽ ഇൽമു, ഇപ്പൊ ഇൽമു എന്ന് പറഞ്ഞാൽ ഫവാദ് മാരിഫത്തു ഇൽമി ദറരി ദുനൂബി, പാപത്തിന്റെ ഭയാനകതയെ കുറിച്ചുള്ള അറിവാണ്. കൗനിഹായി, പാപങ്ങൾ ഹിജാബൻ ബൈനൽ ആബിദി ബൈന കുല്ലി മഹബൂബിൻ, പാപം എന്ന് പറയുന്നത് ഒരടിമയുടെയും അടിമയുടെ എല്ലാ മഹബൂബിന്റെയും ഇടയിലുള്ള മറയാണ് എന്ന് ഉള്ള തിരിച്ചറിവാണ് ഈ ഇൽമു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാപങ്ങൾ എന്ന് പറയുന്നത് അതെന്താണ്? അത് പിന്നെ അതിന്റെ ഗൗരവത്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആ പാപങ്ങൾ മറയാണ് എന്നതിനെ കുറിച്ചും മനസ്സിലാക്കുക. എന്തിൻ്റെ ഇടയിൽ മറ? മനുഷ്യന്റെ അടിമയുടെയും അവൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെയും ഇടയിലുള്ള മറയാണ് പാപങ്ങൾ. അതിപ്പോ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതാണെങ്കിലും കൊള്ളാം, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതാണെങ്കിലും കൊള്ളാം. മറ്റുള്ളവരോട് എതിര് ചെയ്യുമ്പോൾ ആ മഹബത്തിന് കോട്ടം തട്ടും, മറ വരും.
ഫൈദ അറഫദാരിക, ഇതിനെ ഒരുത്തൻ അറിഞ്ഞാൽ എങ്ങനെ അറിഞ്ഞു? മാരിഫത്തൻ മുഹക്കത്തൻ, നല്ല ഉറപ്പായ അറിവ് അറിഞ്ഞു. ബി യഖീനിൻ ഗാലിബിൻ അലാ കൽബിഹി, അയാളുടെ കൽബിന്റെ മേൽ ഗാലിബായിട്ട് വന്ന നല്ല യഖീനോട് കൂടിയുള്ള ഉറപ്പായ അറിവ് അറിഞ്ഞു. അങ്ങനെ അറിഞ്ഞാൽ സാറമിൻ ഹാദിഹിൽ മാരിഫത്തി, ഈ മാരിഫത്തിനെ തുടർന്ന് ഇളകി പുറപ്പെടും തഅല്ലുമുൻ ലിൽ കൽബി, കൽബിന്റെ ഒരു വേദന. ഈ ഇൽമ കൊണ്ട് വരുമ്പോൾ കൽബിന്റെ വേദന തനിയേ വരും. മനസ്സിൽ പാപത്തിന്റെ ഗൗരവത്തിനെ കുറിച്ച്, പാപം തന്റെ മഹബൂബുമായി മറയിടുന്ന ഒരു വസ്തുവാന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അപ്പൊ കൽബിനൊരു വേദന വരും. ബി സബബി ഫവാത്തിൽ മഹബൂബി, മഹബൂബ് എനിക്ക് നഷ്ടപ്പെടുകയാണല്ലോ, ആ കാരണത്താൽ അയാൾക്ക് വേദന ഉണ്ടാവും. കാരണം ഫൈനൽ കൽബ് മഹ്മാ ഷഅറ, അത് തിരിച്ചറിഞ്ഞാൽ ബി ഫവാത്തി മഹബൂബിഹി, അതിന്റെ മഹബൂബിനെ നഷ്ടപ്പെടുന്നു എന്ന കാര്യം തിരിച്ചറിഞ്ഞാൽ താല്ലം ഉറപ്പായിട്ട് കൽബ് വേദനിക്കും. അപ്പൊ ഫൈൻകാന ഫവാത്തുഹു, മഹബൂബിനെ നഷ്ടപ്പെട്ടത് ബി ഫിഅലിഹി, ഇയാളുടെ പ്രവൃത്തി കൊണ്ടാണ് നഷ്ടപ്പെട്ടത് എങ്കിൽ തഅസ്സഫ, അയാൾ ദുഃഖിക്കും. അലൽ ഫിഅലിൽ മുഫവ്വിതി, ആ മഹബൂബിനെ നഷ്ടപ്പെടുത്തിയ ഫേല് ചെയ്തതിന്റെ മേൽ അയാൾ ദുഃഖിക്കും. അപ്പൊ ഫയുസമ്മ തഅല്ലുമുഹു, അയാളുടെ ഈ വേദനയ്ക്ക് പേര് പറയപ്പെടും ബി സബബി ഫിഅലിഹിൽ മുഫവ്വിതി, മഹബൂബിനെ നഷ്ടപ്പെടുന്ന ആ പ്രവൃത്തി കാരണമായി അതുകൊണ്ടുണ്ടായ ഇയാളുടെ ഈ വേദന ഉണ്ടല്ലോ, അങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്നുള്ള ആ വേദനയ്ക്ക് പറയപ്പെടും നദ്മൻ, നദ്മെന്ന് പറയപ്പെടും. അതാണ് നദ്മെന്ന് പറയും. ഈ വേദന ഉണ്ടാകുമ്പോഴാണ് നദ്മ ഉണ്ടാകുന്നത്. എൻ്റെ മഹബൂബ് എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ, അതിന് കാരണക്കാരൻ ഞാൻ തന്നെയാണല്ലോ എന്നുള്ള ആ ഒരു വേദന, ആ വേദനയിലൂടെ ഉണ്ടാകുന്ന ആ ഒരു വല്ലാത്ത അവസ്ഥ, അതിനാണ് നദ്മെന്ന് പറയുന്നത്. അപ്പൊ ഫൈദാ ഗലബ ഹാദൽ അലമു, ഈ വേദന വർദ്ധിച്ചാൽ അലൽ കൽബിന്റെ മേൽ വസ്തൗല, അതിങ്ങനെ കൽബിന് വന്ന് സ്ഥലം പിടിച്ചു, കീഴടക്കി കൽബിനെ. വംബഅസ മിൻ ഹാദൽ അലമി, ഈ വേദനയിൽ നിന്നും ഉരുത്തിരിഞ്ഞുണ്ടായി ഫിൽ കൽബിന് ഹാലത്തുൽ ഉഖ്റ, മറ്റൊരവസ്ഥ. അങ്ങനെ ഉണ്ടായാൽ തുസമ്മ, ആ അവസ്ഥയ്ക്ക് പറയപ്പെടും ഇറാദത്തൻ വ ഖസ്തൻ, ഇറാദത്ത് എന്ന് പറയപ്പെടും. എന്തിന്റെ ഇറാദത്ത്? ഇലാ ഫിഅലിൻ ലഹു തഅല്ലുകും ബിൽ ഹാലി, ഹാലുമായി ബന്ധമുള്ള ഫിഅലിലേക്കുള്ള ഇറാദത്ത് എന്ന് പറയപ്പെടും. ഹാലുമായി ബന്ധപ്പെടുന്ന ഫെയിലിലേക്കുള്ള ഇറാദത്ത്. അതായത് ഈ വേദന മനസ്സിൽ വന്നാൽ വേറൊരു അവസ്ഥ ഉണ്ടാകും. ആ അവസ്ഥ എന്താണ്? ഫിൽ ഹാല്, അയാൾക്ക് പ്രവൃത്തി ചെയ്യാനുള്ള ഒരു ഉദ്ദേശം. എന്ത് പ്രവൃത്തി എന്നുള്ള പുറകെ പറയും. വൽ മാലി, മാലിയുമായും വൽ ബിൽ ഇസ്തിഖ്ബാലി മുസ്തഖ്ബിലുമായും, ഹാലുമായും മാലിയുമായും മുസ്തഖ്ബിലുമായും ബന്ധമുള്ള പ്രവൃത്തി. ആ പ്രവൃത്തിയിലേക്കുള്ള ഇറാദ എന്നാണ് ഈ പറഞ്ഞ വേദനയ്ക്ക് പേര് പറയപ്പെടും. ഈ വേദനയാൽ ഉണ്ടാകുന്ന അവസ്ഥയ്ക്ക് പേര് പറയപ്പെടുന്നത്. അപ്പൊ ഹാലുമായി ബന്ധപ്പെടുന്ന അവസ്ഥ എന്താണ്? മുസ്തഖ്ബിലുമായി ബന്ധപ്പെടുന്ന എന്താണെന്നൊക്കെ പറയാം. അമ്മ തഅല്ലുഖുഹു, അപ്പൊ ഇതിന്റെ തഅല്ലുഖ് ബിൽ ഹാലി, ഹാലുമായിട്ടുള്ള ഇതിന്റെ ബന്ധം, അത് ഫബി തർക്കിൽ ദംബി, പാപത്തിനെ ഉപേക്ഷിക്കൽ കൊണ്ടാണ്. അല്ലദീ കാന മുലാബിസൻ, എങ്ങനത്തെ പാപം? അവൻ അതുമായി ബന്ധപ്പെടുന്നവനായി, അവൻ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിനെ പൊടുന്നതിനെ നിർത്തുക. അതാണ് ഹാലുമായിട്ടുള്ള ഈ കൽബിന്റെ ഈ ബന്ധം, ഹാലുമായിട്ടുള്ള ബന്ധം അതാണ്. വമ്മാബിൽ ഇസ്തിഖ്ബാൽ, അപ്പൊ മുസ്തഖ്ബിലുമായിട്ടുള്ള ബന്ധം എന്താണ്? അത് ഫബിൽ അസ്മി അലാ തർക്കിൻ ദംബി, പാപം ഇനി ചെയ്യത്തില്ല എന്ന് ഉറപ്പിക്കുക, പാപത്തിനെ ഉപേക്ഷിക്കുന്നു. അൽ മുഫവ്വിത്തിൽ മഹബൂബ്, തന്റെ മഹബൂബിനെ തന്നിൽ നിന്നും നഷ്ടപ്പെടുത്തിയ ആ പാപം അത് ഇനി ചെയ്യത്തില്ല. ഇല്ല ആഖിറുൽ ഉംരി, അവസാനം വരെ മരിക്കുന്നവരെ ഞാൻ ചെയ്യത്തില്ല എന്ന് അങ്ങോട്ട് ഉറപ്പിക്കുക. ഉറപ്പിച്ചെങ്കിലേ തോബയാകുള്ളൂ. ഇതനുസരിച്ച് നമ്മൾ ചിന്തിക്കണം. അമ്മാബിൽ മാലി, അപ്പം മാലിയുടെ കാര്യം എന്ത് ചെയ്യും? കഴിഞ്ഞു പോയത്. അത് ഫബി തലാഫി മാഫാത്ത, നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കൽ കൊണ്ടാണ്. ബിൽ ജബിരി, പരിഹരിക്കുക, എന്തെങ്കിലും പരിഹാരം നടത്തുക. വൽ കലാ വീട്ടുണ്ടാണ് കലാ വീട്ടുക, പരിഹാരം ചെയ്യാനുള്ള സ്ഥലത്ത് പരിഹാരം ചെയ്യുക. കലാ വീട്ടുണ്ടാണ് കലാ വീട്ടുക. ഇൻകാൻ, ആ കാര്യമാണെങ്കിൽ കാബിലന്റിൽ ജബിരി, പരിഹാരത്തിനെ സ്വീകരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പരിഹാരം ചെയ്യുക. അല്ലെങ്കിൽ കലാ വീട്ടുണ്ടാണെങ്കിൽ കലാ വീട്ടുക. അപ്പൊ ഫൽ ഇൽമു, ഇൽമ് ഹുവൽ അവ്വലു, അതാണ് ആദ്യത്തത്.
ഓ മത്ലഹു ഹാദിഹിൽ ഖൈറാത്തി, ഈ ഖൈറുകളുടെ എല്ലാം ഉറവിടമാണ് ഇൽമ്. ഫഅനി ബിഹാദൽ ഇൽമി, ഈ ഇൽമു കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അൽ ഈമാന വൽ യഖീന, നല്ല ഉറച്ച യഖീൻ, ഈമാനെയാണ്. എന്ത് ഈമാൻ? അതാ പുറകെ പറയും. ഫൈനൽ ഈമാൻ, ഈമാൻ എന്ന് പറയുന്നത് ഇബാറത്തുൻ അനി തസ്ദീഖി, മനസ്സിൽ തസ്ദീഖ് ചെയ്യുന്നതിനെ തൊട്ട് പറയപ്പെടുന്നതാണ് ഈമാൻ. എന്തെന്നുള്ള തസ്ദീഖ്? ബി അന്ന ദുനൂബ സുമൂമുൻ മുഹ്ലികത്തുൻ, പാപങ്ങൾ നശിപ്പിക്കുന്ന വിഷങ്ങളാണ് എന്നുള്ള തസ്ദീഖ്. ആ തസ്ദീഖിനെ സംബന്ധിച്ചാണ് ഇവിടെ ഈമാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ ഈമാൻ. അപ്പോൾ ഈ ഈമാൻ ആണ് ഇവിടെ ഇൽമു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാപങ്ങൾ മനുഷ്യനെ നശിപ്പിക്കുന്ന വിഷമാണെന്നുള്ള നല്ല ഉറപ്പ്. വലിയ യക്കീൻ, യക്കീൻ എന്ന് പറഞ്ഞാൽ ഇബാറത്തുൻ തഅക്കുദി ഹാദ തസ്ദീഖ്, ഈ തസ്ദീഖ് ശക്തി പ്രാപിക്കുന്നതിനെ കുറിച്ചാണ് യക്കീൻ എന്ന് പറയുന്നത്. വന്തിഫാഇ ശക്കി അന്നു, ഇയാളെ തൊട്ട് സംശയം ദൂരീകൃതമാകുക. ഒരു സംശയമില്ല, ഞാൻ നശിക്കും ഈ പാപം കാരണമായി എന്നുള്ള ഉറപ്പ്. വസ്തീലാഇ അലൽ ഖൽബി, ഖൽബിന്റെ മേലിൽ എന്ത് ചെയ്യുക? സ്ഥാനം പിടിക്കുക, ഖൽബിനെ അത് കീഴടക്കുക. അതിനാണ് എന്തെന്ന് പറയുന്നത്? പിന്നെ യക്കീൻ എന്ന് പറയുന്നത്. അപ്പൊ ഫയസ്മിറു നൂറു ഹാദൽ ഈമാനി, ഈ ഈമാനിന്റെ 100 ഫലമുണ്ടാക്കും. മഹ്മാ അഷ്റക അലൽ ഖൽബി, ഖൽബിൽ അത് പ്രകാശിച്ചാൽ ഈമാന്റെ ആ 100 ഫലമുണ്ടാക്കും. നാറൻ നദമി, ഖേദത്തിന്റെ തീയെ ഫലപ്പെടുത്തും. അതിലൂടെ ഖേദമാകുന്ന തീ വരും, ഖേദമാകുന്ന അഗ്നി. അങ്ങനെ ഫയതഅല്ലമു ബിഹൽ ഖൽബു, ആ അഗ്നി കാരണമായി അവന്റെ ഖൽബ് വേദനിക്കും. ഹൈസു യുബ്സിറു, അവൻ കാണുന്ന അവസ്ഥയിൽ, ബി ഇഷ്റാഖി നൂരിൽ ഈമാനി, ഈമാന്റെ ആ പ്രഭ അത് പ്രകാശിക്കുന്നത് കൊണ്ട് അവൻ കാണുന്ന അവസ്ഥയിൽ എന്ത് കണ്ടു? അവൻ മനസ്സിലാക്കുന്ന അവസ്ഥയിൽ എന്ത് മനസ്സിലാക്കി? അന്നഹു സാറ മഹജൂബൻ, അവൻ മഹജൂബായി പോയി. അൻ മഹബൂബിഹി, തന്റെ മഹബൂബിനെ തൊട്ട് അകന്നവനായി പോയി, മറയിടപ്പെട്ടവനായി പോയി എന്ന് അവൻ മനസ്സിലാക്കിയ അവസ്ഥയിൽ അവന്റെ കൽബ് വേദനിക്കും. ഏതുപോലെ? കമൻ, ഒരാളെ പോലെ, യുശ്രിഖു അലൈഹി നൂറു ശംസി, അയാളുടെ മേൽ പ്രകാശം, സൂര്യന്റെ പ്രകാശം പ്രശോഭിതമാകുന്നു. എങ്ങനെ? വഖദ് കാന ഫീ ദുൽമത്തിൽ, അവന് ഇരുട്ടിലായിരുന്നു, പ്രകാശമില്ലായിരുന്നു, മേഘം വന്ന് മൂടി. അപ്പൊ ഫയസ്തഉ നൂറു അലൈഹി, അവന്റെ മേൽ 100 പ്രശോഭിതമാകും. എങ്ങനെ? ബിൻകിശാഇ സഹാബിൻ, മേഘം മാറൽ കൊണ്ട്, അബിൻ ഹിസാരി ഹിജാബിൻ, അല്ലെങ്കിൽ മറ നീങ്ങൽ കൊണ്ട് അവന്റെ പ്രകാശം വരും. അപ്പൊ ഫർആവൻ കാണും മഹബൂബഹു, അവന്റെ മഹബൂബും തൊട്ടടുത്തുണ്ടായിരുന്നു. ഈ മറ വന്നു, പ്രകാശമില്ലാതായി. പ്രകാശം മറ മാറി നീങ്ങിയപ്പോ തൊട്ടടുത്ത് നിൽക്കുന്ന മഹബൂബിനെ അവൻ കണ്ടു. അതുപോലെയാണ് അവന്റെ അവസ്ഥ. പാപമാകുന്ന ഇരുളിൽ നിന്നും അവൻ മാറി പ്രകാശം വരുമ്പോൾ അവന്റെ മഹബൂബായ അള്ളാഹുവിനെ അവൻ കാണും. വഖദ അഷ്റഫ അലൽ ഹലാക്ക്, അവൻ ഹലാക്കിന്റെ മേൽ എത്തി നോക്കി കഴിഞ്ഞിരുന്നു. അത്രയും ആയപ്പോഴാണ് ഈ പ്രകാശം കണ്ടത്. അപ്പൊ ഫതസ്ഫലു നീറാനുൽ ഹുബ്ബി, ഹുബിന്റെ അഗ്നി ആടി കത്തും ഫി ഖൽബി, അവന്റെ ഖൽബിൽ. വതൻബഹസു തിൽക്കൻ നീറാനു, ഈ തീ അത് ഇളക്കി വിടും. ബി ഇറാദത്തിഹി, അവന്റെ ഇറാദയെ. എന്തിനുള്ള ഇറാദ? ലിൽ ഇന്തിഹാദി ലി തദാറുക്കി, തദാറുക്കിന് വേണ്ടി, ഇളകി പുറപ്പെടുന്നതിന് വേണ്ടിയുള്ള അവന്റെ ഇറാദയെ. തദാർക്ക് എന്ന് പറഞ്ഞാൽ ചെയ്തു പോയ പാപത്തിൽ നിന്നും വീണ്ടെടുപ്പ് ഉണ്ടാക്കുക, അങ്ങനെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്, അതാണ് ഇന്തിഹാദ്. അങ്ങനെ തയ്യാറെടുക്കുന്നതിനുള്ള ഇറാദയെ ഈ പ്രകാശം, ഈ തീ, മനസ്സിൽ വരുന്ന ഈ തീ അത് ഇളക്കി പുറപ്പെടുവിക്കും. ഫൽ ഇൽമ, ഇൽമ്, വൻ നദമു, നദമ് ഖേദവും, അതുപോലെ തന്നെ വൽ ഖസ്ദുൽ മുതഅല്ലിഖു ബിത്തർക്കി ഫിൽ ഹാലി, ഹാലിൽ പാപത്തിനെ ഉപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ആ ഖസ്ദും, വൽ ഇസ്തിഖ്ബാലി, അതുപോലെ തന്നെ ഇസ്തിഖ്ബാലിൽ നീ ചെയ്യത്തില്ല എന്നുള്ള ആ ഖസ്ദും, തലാഫീലിൽ മാദി, മാദിയിലുണ്ടായ പാപത്തിന് പരിഹാരം, അതിനെ വീണ്ടെടുക്കലും. ഈ സലാസത്തു മഹാനിൻ, ഇത് 3 കാര്യങ്ങളാണ് മുറത്തബും തർത്തീബാക്കപ്പെട്ട ഫിൽ ഹുസൂലി. ആദ്യം ഇൽമുണ്ടാകും, പിന്നെയാണ് ഹാല് വരുന്നത്, പിന്നെയാണ് മാദി. അതായത് ആദ്യം അയാളുടെ മനസ്സിലുണ്ടാകുന്നത് ഫിൽ ഹാല് ഉണ്ടാകുന്ന തർക്കാണ്. അടുത്തത് മുസ്തഖ്ബിൽ ഇനി ചെയ്യത്തില്ല എന്നുള്ള അസ്മാണ്. അടുത്തത് ചെയ്തു പോയതിനെ കുറിച്ചുള്ള തലാഫിയാണ്. ഈ 3 കാര്യങ്ങൾ മുറത്തബാണ്. അപ്പൊ ഫൈത്തുലഖു ഇസ്മു തൗബത്തി, തൗബ എന്ന പേര് പറയപ്പെടും. അലാ മജ്മൂഅ, ഇത് മുഴുവന്റെ മേലാണ് തൗബ എന്ന് പറയപ്പെടുന്നത്. കസീറൻ കഴിഞ്ഞു. വ കസീറമ്മ,
കൂടുതലായും യുത്തുലക്കു ഇസ്മു തോബത്തി, തോബ എന്ന നാമത്തിനെ പറയപ്പെടും അല മഅനൻ നദമി, ഖേദത്തിന്റെ മാനയുടെ മേൽ വഹദഹു, അങ്ങനെ പറയാറുണ്ട്. കൂടുതലായിട്ട് അങ്ങനെയാ പറയാറുള്ളത്. ഈ പറഞ്ഞ വിശദീകരണം അല്ലാതെ ഖേദം എന്ന മാനയിൽ തോബയെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ എലിമിനെ ആക്കപ്പെടും കസാബിഖി, ആ ഖേദത്തിന് തൊട്ട് മുമ്പുള്ള സാബിക്കായ ഒരു കാര്യമായിട്ട് ആക്കപ്പെടും. അതായത് മറ്റൊരു പ്രയോഗം തോബയെ കുറിച്ച്, ആദ്യം പറഞ്ഞ തോബ പ്രയോഗമാണ് നേരത്തെ പറഞ്ഞത്. ഹാലിലും മുസ്തഖ്ബിലും അതുപോലെ തന്നെ മാദിയിലും ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെടുന്ന ഇൽമ്, അതിനാണ് തോബ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. മറ്റൊരു മാന തോബ എന്ന് പറഞ്ഞ് ഇത്രയും വിശദീകരിക്കേണ്ട കാര്യമില്ല. തോബ എന്ന് പറയുന്നത് നെദിമിനാണ് പറയുന്നത്, ഖേദത്തിനാണ് പറയുന്നത്. അലാ മഅനൻ നദിമി വഹദ്ദിഹി വഹദഹു, ഖേദത്തിന് മാത്രമാണ് തോബ എന്ന് പറയപ്പെടുന്നത്. അപ്പൊ ഖേദത്തിന് മാത്രമാണെന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ഇൽമും ഹാലും ഒക്കെ പറഞ്ഞതോ, അത് വൈജോലിൽ ഇൽമു, ആ ഇൽമിനെ ആക്കപ്പെടും കസാബിക്ക്, തോബയ്ക്ക് തൊട്ട് മുമ്പ് വരുന്നൊരു കാര്യം പോലെ, വൽ മുഖദ്ദിമത്ത്, മുഖദ്ദിമ പോലെ, തർക്കി, ഈ പാപങ്ങളെ ഉപേക്ഷിക്കുന്നതിനെ ആക്കപ്പെടും കസമറത്തി, അതിന്റെ ഫലം പോലെ, താപ്യം തുടർന്നു വരുന്ന തനാഫി ആക്കപ്പെടും, പല മുത്താഖിരി, പിന്തി വന്നൊരു കാര്യം പോലെ ആക്കപ്പെടും. അഥവാ യഥാർത്ഥത്തിൽ ഖേദമാണ് ഉണ്ടാകുന്നത്. ആ ഖേദത്തില് ഉണ്ടാകുന്ന ഖേദത്തിലേക്ക് എത്തിക്കുന്ന കാര്യമാണ് ഇൽമ്, അത് തോബയല്ല. അതിന്റെ മുക്കദ്ദിമകളുണ്ടല്ലോ, അന്നേരം ഉപേക്ഷിക്കുക എന്നുള്ളത്, അത് തോബയുടെ ആ ഖേദത്തിലൂടെ ഉണ്ടായ ഫലമാണ് പാപത്തിനെ ഉപേക്ഷിക്കുക എന്നുള്ളത്. തുടർന്ന് ഞാൻ ചെയ്യത്തില്ല എന്നുള്ളതും തലാഫിയുമല്ല, പിന്നീട് വരുന്നതാണ്. ബിഹാദൽ ഇഅ്തിബാരി, ഈ പരിഗണന അനുസരിച്ച് ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, അന്നദമു തൗബത്തുൻ, നദമ് തൗബയാണ്, ഖേദം തൗബയാണ്. ഇത് കാരണം ലാ യഖുലുൻ നദമു, നദമ് ഒഴിവാവുകയില്ല, പുറകെ പറയുന്ന കാര്യത്തിൽ നിന്ന് ഒഴിവാവുകയില്ല, അത് ഏതെങ്കിലും ഉണ്ടാവും അർത്ഥം. നദമ് ഒഴിവാവുകയില്ല അൻ ഇൽമിൻ, ഒരു ഇൽമിനെ തൊട്ട്. എങ്ങനത്തെ ഇൽമ്? ഔജബഹു, അവനെ അത് ഈ കാര്യങ്ങൾക്ക് നിർബന്ധമാക്കി, വാസ്മറഹു, അവൻ ആ ഇൽമ് ഇതിനെ ഫലപ്പെടുത്തി കൊടുത്തു, അങ്ങനത്തെ ഇൽമിനെ തൊട്ട് ഒഴിവാവുകയില്ല തോബ. കാരണം ഖേദം ആ ഇൽമിനെ തൊട്ട് ഒഴിവാകില്ല. ഖേദം ഉണ്ടാകണമെങ്കിൽ ഇൽമ് വേണം. വാൻ അസ്മിൻ, അസ്മിനെ തൊട്ടും ഒഴിവാകുകയില്ല. അവനെ പിന്തുടർന്ന് വരുന്ന അസ്മ, ഞാൻ ഇനി ചെയ്യത്തില്ല എന്നുള്ള വേത്തിലും അതിനെ തുടർന്ന് വരുന്ന അസ്മ, അതിനെ തൊട്ട് ഒഴിവാകുകയില്ല. ഖേദം വന്നാൽ വരണമെങ്കിൽ ഇൽമ് അവിടെ ആവശ്യമാണ്, അസ്മും വരും. അപ്പൊ യകൂനു നദമു, നദമെന്നുള്ളതാകും മഹ്ഫൂഫൻ, നദമ് ചുരുട്ടപ്പെട്ടതാകും, ബി തർഫൈഹി, അതിന്റെ രണ്ട് തർഫ് കൊണ്ട്. രണ്ട് ഭാഗത്തുനിന്നും നദമിനെ ചുരുട്ടി വെക്കപ്പെട്ടിരിക്കുക. ഒരു ഭാഗത്ത് ഇൽമ്, ഒരു ഭാഗത്ത് പിന്നെ ഖേദം. ഇനി ഈ തർഫ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സമറത്തഹു, ആ ഇൽമിന്റെ സമറത്തിനെയും, വ മുസ്മിറഹു, അതിന്റെ മുസ്മിറിനെയുമാണ്. അല്ല ഖേദത്തിന്റെ സമറത്തിനെയും അതിന്റെ മുസ്മിറിനെയുമാണ്. ഖേദത്തിന്റെ സമറത്ത്, അതുപോലെ അതിന്റെ മുസ്മിർ. മുസ്മിർ എന്ന് പറഞ്ഞാൽ ഇൽമ്, മുസ്മിർ എന്ന് പറഞ്ഞാൽ ഇൽമ്. ആ ഇൽമ് ഫലപ്പെടുത്തുന്നതാണ് ഈ പറഞ്ഞ തള്ളിക്കളയാം, തെറ്റുകളിൽ നിന്ന് ഒഴിവാകാം എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇത് രണ്ട് ഭാഗത്തു നിന്നും ഈ ഖേദം ചുരുട്ടപ്പെട്ടതാകും. അഥവാ അതിന്റെ ഉള്ളിലാണ് ഖേദം ഇരിക്കുന്നത്. സമറത്തിന്റെയും മുസ്മിറിന്റെയും ഉള്ളിലാണ് ഖേദം ഇരിക്കുന്നത്. അതാണ് ഇൽമ് ആണ് മുസ്മിർ, ഇതിനെ ഫലം നൽകുന്നത്. ആ സമർത്ത് നേരത്തെ പറഞ്ഞു, ഈ അസ്മ് ഉറപ്പിക്കുക, പാപം ചെയ്യത്തില്ല എന്നുള്ള ഉറപ്പ്. അപ്പൊ ഇത് രണ്ടിന്റെ ഇടയിലാണ് ഈ ഖേദം നിൽക്കുന്നത്. അപ്പൊ ബിഹാദൽ ഇഅ്തിബാരി, ഈ പരിഗണന അനുസരിച്ച് കീല പറയപ്പെട്ടിരിക്കുന്ന ഫി ഹദ്ദി തൗബത്തി, തൗബയുടെ താരീഫിൽ, ഇന്നഹു തൗബ എന്ന് പറഞ്ഞാൽ ദൗബാനുൽ ഹശ, ദൗബാൻ എന്ന് പറഞ്ഞാൽ ഉരുകലാണെന്നർത്ഥം. അൽ ഹശ, വയറിന്റെ ഉൾഭാഗം ഉരുകലാണ്. ലിമാ സബക്ക മിനൽ ഖത്താഇ, അയാളിന് മുമ്പ് കഴിഞ്ഞു പോയ പാപത്തിന്റെ പേരിൽ അടിവയറ് ഉരുകുക എന്ന് പറഞ്ഞാൽ ഖേദം വല്ലാതെ വരുമ്പം വയറിൽ കൊളുത്തി പിടിക്കുന്ന പോലത്തെ വയറിൽ ഒരു വല്ലാത്ത അവസ്ഥ, അസ്വസ്ഥത ഉണ്ടാകും. അതാണ് ഈ പറഞ്ഞത് ദൗബാനുൽ ഹശ. ഹശ എന്ന് പറഞ്ഞാൽ വയറിന്റെ ഉൾഭാഗം, അത് ഉരുകലാണ്, ഉരുകുന്ന അവസ്ഥ ഉണ്ടാകും. ലിമാ സബക്ക മിനൽ ഖത്താഇ ഫൈനഹാദ, അപ്പൊ ഇത് യുഅരിദു ലി മുജറദിൽ അലമി, ഇത് വെറും
വേദനയെ ഉണ്ടാക്കി തീർക്കും. ഈ പറയുന്ന ഉരുക്കം വേദനയെ ഉണ്ടാക്കി തീർക്കും. വലുതാലിക കീല, ഈ കാരണത്താൽ പറയപ്പെട്ടിരിക്കുന്നു, ഈ തൗബ എന്ന് പറയുന്നത് നാറുൻ ഫിൽ കൽബി, കൽബിലുള്ള ഒരു തീയാണ്. തൽതഹിബ്, ആളി കത്തും. വസദഉൻ ഫിൽ കബിദി, കരളിലുള്ള പിന്നെ ഒരു വേദനയാണ്. ലാ യൻസഇബ്, അത് നീങ്ങിപ്പോകത്തില്ല, അത് മാറിപ്പോകത്തില്ല. വബിഅ്തിബാരി മഅന തർക്കി, തർക്ക് ഉപേക്ഷിക്കുക എന്നല്ലേ പറഞ്ഞു, ഉപേക്ഷിക്കുക എന്നുള്ള മാന തൗബയ്ക്ക്. എല്ലാ വസ്തുക്കളെ ഉപേക്ഷിക്കുക. ഇത്രയും നേരം പറഞ്ഞത് സ്ഥിരപ്പെടുത്തല. ഉപേക്ഷിക്കുക എന്ന മാനയിൽ തൗബ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറെ കാര്യങ്ങളെ ഉപേക്ഷിക്കലാണ്. ആ മാനയെ പരിഗണിച്ചിട്ട് ഫി ഹദ്ദി തൗബത്തി, തൗബയുടെ താരീഫിൽ പറയപ്പെട്ടു, ഇന്ന തൗബ എന്ന് പറഞ്ഞാൽ ഖൽഉ ലിബാസിൽ ജഫാഇ, ജഫാഇന്റെ ലിബാസിനെ ഊരിക്കളയല. ജഫാ എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ടുള്ള അകൽച്ച, അകൽച്ചയാകുന്ന പിന്നെ വസ്ത്രത്തിനെ ഊരിക്കളയുക. വനശ്റു ബിസാത്തിൽ വഫാഇ, വഫാഇന്റെ വിരിപ്പിനെ വിരിക്കുക. വഫാ പൂർത്തീകരണം, കരാർ പൂർത്തീകരണം, അതിന്റെ വിരിപ്പിനെ വിരിക്കുക. അകന്നു പോകാന്നുള്ള വിരിപ്പിനെ, ആ വസ്ത്രത്തിനെ ഊരിക്കളയുക. ഇതിനാണ് തൗബ എന്ന് പറയുന്നത്. വഖാല സഹ്ൽ ബിൻ അബ്ദുല്ലാഹി തസ്തരി, സഹ്ൽ ബിൻ അബ്ദുല്ലാഹി തസ്തരി റഹിമഹുല്ലാഹ് പറയാണ്, തൗബത്ത്, തൗബ എന്ന് പറഞ്ഞാൽ തബ്ദീലുൽ ഹറകാത്തുൽ മദ്മൂമ, നിന്ദിക്കപ്പെട്ട ചലനങ്ങളെല്ലാം എന്ത് ചെയ്യ, വ്യത്യാസപ്പെടുത്തുക. ബിൽ ഹറകാത്തുൽ മഹ്മൂദ, സ്തുത്യർഹമായ ചലനങ്ങളെ കൊണ്ട്, സ്തുത്യർഹമായ ചലനങ്ങളെ കൊണ്ടുവരിക, നിന്ദിതമായ ചലനങ്ങളെല്ലാം വ്യത്യാസപ്പെടുത്തുക. ഇതിനാണ് തൗബ എന്ന് പറയുന്നത്. വലാ യത്തിമ്മു ദാലിക, ഇത് പൂർത്തിയാകത്തില്ല ഇല്ലാ ബിൽ ഖൽവത്തി, ഖൽവത്ത് കൊണ്ടല്ലാതെ, ഒറ്റയ്ക്കിരിക്കുക. സന്ധി, നിശബ്ദത കൊണ്ടല്ലാതെ. വാക്കിലിൽ ഹലാലി, ഹലാലിനെ തിന്നൽ കൊണ്ടല്ലാതെ. വകാന്നഹു അശാറ, അദ്ദേഹം ഇഷാറ ചെയ്ത പോലെ തോന്നുന്നു, ഇലൽ മഅന സാലിസി, ഈ മൂന്നാമത്തെ മാനയിലേക്ക്, പിന്നെ തൗബത്തി, തൗബ എന്നുള്ള ഈ മൂന്നാമത്തെ മാനയിലേക്ക് അദ്ദേഹം ഇഷാറ ചെയ്ത പോലെ തോന്നുന്നു. മൂന്നാമത്തെ മാന എന്താണെന്നുള്ള മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞില്ലേ, ലിബാസ് മാറ്റുക എന്ന് പറഞ്ഞില്ലേ, ലിബാസിന്, ജഫാഇന്റെ ലിബാസിനെ ഊരിക്കളയാന്ന് പറഞ്ഞില്ല, അതാണ് മാന. അപ്പൊ ആ മാനയാണ് സഹൽ തസ്തരി ഉദ്ദേശിച്ചത് വിചാരിക്കുന്നു എന്നർത്ഥം. വൽ അഖാബിലു ഫി ഹുദൂദി തൗബത്തി, തൗബയുടെ നിർവചനങ്ങളിലുള്ള വർത്തമാനങ്ങൾ, വാക്കുകൾ, അഭിപ്രായങ്ങൾ, ലാ തൻഹസറു, അതിനെ നിർണ്ണിക്കാൻ പറ്റില്ല, ഒരുപാടുണ്ട്. വൈദാ ഫഹിംത ഹാദിഹിൽ മആനി, ഈ മാനകളെ നീ മനസ്സിലാക്കിയാൽ, സലാസത്ത മആനിയ സലാസത്ത, ഈ മൂന്ന് മാനകളെ, തലാസുമഹ, അവകളുടെ പരസ്പര ബന്ധത്തെയും, തർത്തീബ്, അവകളുടെ തർത്തീബിനെയും മനസ്സിലാക്കിയാൽ, അറഫ്ത, നിനക്ക് അറിയാൻ കഴിയും, അന്ന ജമീഅ മാ ഖീല ഫി ഹുദൂദിഹ, ഇതിന് താരീഫുകൾ പറയപ്പെട്ട എല്ലാം തന്നെ ഖാസിറുൻ അനിൽ ഇഹാത്തത്തി ബി ജമീഇ മആനിയ, ഇതിന്റെ മുഴുവൻ മാനകളെയും ഇഹാത്ത ചെയ്യുന്നതിനെ തൊട്ട് അപര്യാപ്തമാണ്. താരീഫ് മുഴുവനെയുമായിട്ട് ഉൾപ്പെടുത്താൻ ഒരു താരീഫിനും സാധ്യമല്ലാന്ന് നിനക്ക് മനസ്സിലാകും. തലബുൽ ഇൽമി ബി ഹഖായിഖിൽ ഉമൂരി, കാര്യങ്ങളുടെ ഹഖീഖത്തുകളെ കുറിച്ചുള്ള ഇൽമിനെ തേടൽ, അഹമ്മദ്, അഹമ്മാണ് മിൻ തലബിൽ അൽഫാദിൽ മുജറദ, വെറും ലഫ്ലുകളെ തേടുന്നതിനേക്കാൾ. ലഫ്ലുകൾ പറഞ്ഞു പോകലല്ല, അതിന്റെ ഉള്ളിലേക്ക്, അതിന്റെ ഹഖീഖത്തിലേക്ക് ഇറങ്ങലാണ്. അതാണ് നേരത്തെ വിശദീകരിച്ചത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.